ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ കുക്കിംഗ് ആൻഡ് കെയറിങ്ങിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പിസയാണ്. ഒരു പിസയുടെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് പിസ ചെയ്യാമെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചീസിൻ്റെ ഒരാവശ്യവുമില്ലാതെ ഞാൻ എത്ര പെട്ടെന്നാണ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പിസ ബേസ് ഞാൻ വാങ്ങിയതാണ്. ഇനി ഇതിൻ്റെ പിസ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, കായ്മുളക്, വെളുത്തുള്ളി ഇവയൊക്കെ ഞാൻ ഓവനിൽ 2 മിനിറ്റോളം ചൂടാക്കി എടുത്തതാണ്. അതായത് അതിൻ്റെയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സർ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോഴാണല്ലോ അതിൻ്റെ സോസ് ആവുന്നത്. ഇനി നമുക്ക് ചീസിന് പകരമായി ഉപയോഗിക്കാവുന്ന ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഞാൻ മൈദ ചേർക്കുകയാണ്. ഞാൻ 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ബട്ടറിൻ്റെ കണക്കായിട്ടാണ് ഞാൻ മൈദ ചേർക്കുന്നത്. ബട്ടറും മൈദയും ആദ്യം 1 സ്പൂണൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ആയതിന് ശേഷം ഞാൻ വീണ്ടും 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം എല്ലാം കൂടി 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മൈദ. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ബട്ടറും അതിൻ്റെ കൂടെ തന്നെ മൈദയും ഒരുപോലെ എടുക്കുക. ഇനി ഇത് മൈദയും ബട്ടറും നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാല് കുറച്ചായി ചേർത്ത് കൊടുക്കണം. നമ്മളിങ്ങനെ കുറച്ചായി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ പാല് ഇത് നന്നായി ഈ മൈദ അബ്സോർബ് ചെയ്ത് നല്ല കട്ടിയായിട്ടുള്ള പേസ്റ്റായി മാറാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ കുറച്ചായി ചേർത്ത് ഞാൻ ഇവിടെ 1 ഗ്ലാസ് പാല് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പാൽ ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഇത് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആവാൻ തുടങ്ങും. ഈ പേസ്റ്റ് നല്ല സ്മൂത്ത് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. കട്ടിയൊന്നും വരാത്ത വിധത്തിൽ നന്നായി ഇത് മിക്സാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ടുണ്ട്. നന്നായി ചൂടാക്കിക്കൊണ്ട് ഇങ്ങനെ പാല് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആവും. അതുകൊണ്ട് കൺസിസ്റ്റൻസിയൊക്കെ കുറച്ച് ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ് പിസയിൽ ചേർക്കുമ്പോഴും ടേസ്റ്റി ആയിട്ട് വരിക. ഇപ്പോഴും ഇതിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ടൈറ്റ് ആവും നമ്മൾ പിസയിലേക്ക് ചേർക്കുന്ന സമയത്ത് തണുക്കുമ്പോൾ. കണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ. അത് കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഈ ഒരു ടെക്സ്ചറിലേക്ക് എത്തുന്നത് വരെ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരിയിലേക്ക് ഒരു മിക്സിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുകയാണ്. ആ ഒരു പിസയുടെ ഫ്ലേവർ നന്നായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ പിസ ബേസിലേക്ക് ബട്ടർ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം പിസ ബേസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ബട്ടർ എന്തായാലും അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യണം. അപ്പോഴാണ് അത് നല്ല ടേസ്റ്റിൽ വരുന്നതും. ഇപ്പോൾ ഞാൻ ബട്ടർ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ പിസ സോസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നല്ല റെഡിഷ് കളറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ. ഇനി അതിലേക്ക് നമ്മുടെ ക്രീം ചീസ് പോലെയുള്ള മൈദയുടെയും ബട്ടറിൻ്റെയും ആ മിക്സ്, പാലിന് ചേർന്നുള്ള ആ മിക്സ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിരത്തി വയ്ക്കാം. ഞാനിവിടെ ക്യാപ്സിക്കവും ഒനിയനുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടൊമാറ്റോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ചീസ് ഇല്ല എന്ന് കരുതി ടേസ്റ്റ് ഒട്ടും കുറയുന്നില്ല. നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്രീമിന്, ചീസിന് പകരമായി ഉപയോഗിക്കുന്ന ഈ ഒരു ക്രീമിന്. അതുകൊണ്ട് ഞാൻ
ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങളിതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കും സംശയമുണ്ടായിരുന്നു. ഇനി അതിന് മുകളിൽ കൂടി ഞാൻ ആ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഞാൻ ഈ പിസ്സ ബേസ് വാങ്ങിയതുകൊണ്ട് ഇത് ലോ ടെമ്പറേച്ചർ, കുറച്ച് ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. അതായത് കൺവെക്ഷനിൽ വെച്ചതിന് ശേഷം 150 ആക്കിയിട്ടുണ്ട്. ആ ലെസ് എന്ന ബട്ടൺ അമർത്തിയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ. അതിനുശേഷം നമുക്ക് നമ്മുടെ പിസ്സ ബേസ് ഇതിലേക്ക് ലോവർ റാക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ 150യിലാണ് അപ്പോഴും ഉണ്ടാകുക. അതിന് ശേഷം നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഞാനിവിടെ 10 മിനിറ്റ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പിസ്സ ബേസ് വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി സമയം വേണ്ടി വരും. ഇത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈം മാത്രം കൊടുത്തിരിക്കുന്നത്, 10 മിനിറ്റ്സ്. കാരണം ആ കവറിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം മതിയെന്ന്. ഇതാ നമ്മുടെ ക്രീമും ഒക്കെ നന്നായി മിക്സായി വിച്ചീസിലൊക്കെ ചേർന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി പിസ്സയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ചീസ് വളരെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു ഫ്ലേവറും എന്തായാലും ഇഷ്ടമാകും. അത്ര ടേസ്റ്റിയാണ് ഈ ക്രീം ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ഈ സിമ്പിളും ഈസിയുമായിട്ടുള്ള പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വെറും 15 മിനിറ്റ് മാത്രമേ വേണ്ടൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.